നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന പത്രം മോദി സർക്കാരിനെ വല്ലാതെ ഭയക്കുന്നു. ഖാലിസ്ഥാൻ അനുകൂല നേതാവ് ഹർദീപ് സിംഗ് നിജ്ജാറിനെ കൊലപ്പെടുത്തിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം അറിഞ്ഞിട്ടാണെന്ന് കാനഡ പറയുകയും പിന്നീട് തെളിവില്ലെന്ന് പറഞ്ഞ് തലയുരുകയും ചെയ്തിട്ട് അധികമായിട്ടില്ല. അന്നും വാഷിംഗ്ടൺ പോസ്റ്റാണ് വെളിവും തെളിവുമില്ലാത്ത കുറെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. ഇപ്പോൾ ഇത് അടുത്ത ആരോപണം കൊണ്ടുവന്നിരിക്കുകയാണ് വാഷിംഗ്ടൺ പോസ്റ്റ്. മാലിദ്വീപിൽ പ്രതിപക്ഷ രാഷ്ട്രീയക്കാർ എംപിമാർക്ക് കൈക്കൂലി നൽകി ക്രിമിനൽ സംഘങ്ങളെ ഉൾപ്പെടുത്തി പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെ ഇംപീച്ച് ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നതായും ഇതിനായി ഇന്ത്യയിൽ നിന്ന് $6 ദശലക്ഷം ആവശ്യപ്പെട്ടിരുന്നുവെന്നും. എന്നാൽ ഇപ്രാവശ്യം ഇന്ത്യ രക്ഷപ്പെട്ടു, പദ്ധതി നടപ്പിലായില്ല. എന്നാലും പൂർണ്ണമായി ഇന്ത്യക്ക് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല. ഇംപീച്ച്മെന്റിനെ ഇന്ത്യ പിന്തുണയ്ക്കുന്നത് പരിഗണിക്കുന്നുണ്ടോ എന്ന് വ്യക്തതയില്ലെന്നാണ് മാധ്യമ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ വർഷം ആദ്യം മാലിദ്വീപിൽ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെ ഇംപീച്ച് ചെയ്യാനുള്ള ഗൂഢാലോചനയിൽ പ്രതിപക്ഷ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി MDPയിലെ രാഷ്ട്രീയക്കാർ ഇന്ത്യയോട് $6 മില്യൺ ആവശ്യപ്പെട്ടതായി തിങ്കളാഴ്ച വാഷിംഗ്ടൺ പോസ്റ്റ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഡെമോക്രാറ്റിക് റിന്യൂവൽ ഇനീഷ്യേറ്റീവ് എന്ന തലക്കെട്ടിലുള്ള ആഭ്യന്തര രേഖയെ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ട് മൊയ്സുവിന്റെ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ചിലർ ഉൾപ്പെട്ട മാലിദ്വീപിലെ പാർലമെന്റിലെ 40 അംഗങ്ങൾക്ക് കൈക്കൂലി നൽകാനുള്ള വിശദമായ പദ്ധതികൾ വെളിപ്പെടുത്തി. മൊയ്സുവിനെതിരെ ഇത്തരമൊരു ഗൂഢാലോചനയെക്കുറിച്ച് അറിവില്ലെന്ന് മുൻ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് പറഞ്ഞു. ഇന്ത്യ ഒരിക്കലും അത്തരമൊരു നീക്കത്തെ പിന്തുണയ്ക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. US ദിനപത്രം ആക്സസ് ചെയ്തതായി അവകാശപ്പെടുന്ന രേഖയിൽ നിരവധി സൈനിക പോലീസ് ഉദ്യോഗസ്ഥർക്ക് പണം നൽകാനും രാജ്യത്തെ സ്വാധീനമുള്ള 3 ക്രിമിനൽ സംഘങ്ങളുടെ സഹായം തേടാനും മൊയ്സുവിനെ പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് പുറത്താക്കുന്നത് ഉറപ്പാക്കാനുമുള്ള പദ്ധതികൾ ഉൾപ്പെടുന്നു. 2024 ജനുവരിയോടെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങുമായി ബന്ധമുള്ള വ്യക്തികൾ മാലിദ്വീപ് പ്രതിപക്ഷ നേതാക്കളുമായി മൊയ്സുവിനെ നീക്കം ചെയ്യുന്നതിനുള്ള സാധ്യതകൾ ആരായാൻ വിവേകപൂർവമായ ചർച്ചകൾ ആരംഭിച്ചിരുന്നുവെന്ന്. ആഴ്ചകൾക്കുള്ളിൽ ഒരു പദ്ധതി ഉയർന്നു വന്നു. എന്നാൽ മാസങ്ങളോളം രഹസ്യ ചർച്ചകൾ നടന്നിട്ടും ഇംപീച്ച്മെന്റ് നടപ്പിലാക്കാൻ ആവശ്യമായ പാർലമെന്ററി പിന്തുണ ശേഖരിക്കുന്നതിൽ പരാജയപ്പെട്ടു, റിപ്പോർട്ട് അവകാശപ്പെടുന്നു. എന്നിരുന്നാലും പദ്ധതിക്ക് ഡൽഹിയിലെ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അംഗീകാരം നൽകിയിട്ടുണ്ടോ എന്നും മൊയ്സുവിനെതിരായ ഇംപീച്ച്മെന്റിനെ ഇന്ത്യ പിന്തുണയ്ക്കുന്നത് പരിഗണിക്കുന്നുണ്ടോ എന്നും വ്യക്തതയില്ലെന്നും മാധ്യമ റിപ്പോർട്ട് പറയുന്നു. ചർച്ചകൾ നടന്നെങ്കിലും പദ്ധതി യാഥാർത്ഥ്യമായില്ലെന്ന് പേര് വെളിപ്പെടുത്താത്ത 2 മാലിദ്വീപ് ഉദ്യോഗസ്ഥർ US ദിനപത്രത്തോട് സ്ഥിരീകരിച്ചു. കാനഡ ആരോപണം ഉന്നയിച്ചപ്പോഴും ദിനപത്രത്തോട് പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥരാണ് വിവരങ്ങൾ ചോർത്തിക്കൊടുത്തുകൊണ്ടേയിരുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധത്തിൽ കാര്യമായ വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിൽ മൊയ്സു അധികാരമേറ്റപ്പോൾ ചൈനയുടെ സ്വാധീന മേഖലയോട് കൂടുതൽ അടുക്കുന്നതായി കാണപ്പെട്ടു. ബംഗ്ലാദേശ് സർക്കാരിനോട് ഇന്ത്യ മൗനം പാലിക്കുന്ന പോലെ അല്ല മാലിദ്വീപിനോട് ഇന്ത്യയുടെ സമീപനം. ഇന്ത്യയെ വിമർശിച്ച മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനോട് ഇന്ത്യ കാട്ടിയത് ആക്രമണോത്സുകമായ നിലപാടാണ്. മാലിദ്വീപിന് പകരം ടൂറിസ്റ്റുകൾ ലക്ഷദ്വീപിൽ പോകാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ആഹ്വാനം ചെയ്തതോടെ ടൂറിസം കൊണ്ട് ജീവിച്ചിരുന്ന മാലിദ്വീപിന് കഞ്ഞികുടി മുട്ടി. അധികം വൈകാതെ മാലിദ്വീപ് മാപ്പ് പറഞ്ഞ് തിരിച്ചു വന്നു. ഇന്ത്യയെ ശക്തമായി വിമർശിച്ചിരുന്ന മുഹമ്മദ് മൊയ്സു ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ ചങ്ങാതിയായി. ഈയിടെ ഭാര്യ സമേതം ഇന്ത്യയിൽ 4 ദിവസം തങ്ങിയിട്ടാണ് മൊയ്സുവും ഭാര്യയും തിരിച്ചുപോയത്. എന്നാൽ കടുത്ത നിലപാട് ബംഗ്ലാദേശിനോട് ഇന്ത്യക്ക് പറ്റില്ല. കാരണം അവിടുത്തെ ഹിന്ദു സമൂഹം തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ 50,000 ടൺ അരി ബംഗ്ലാദേശിന് അയച്ചു കൊടുത്തത്. മൊയ്സുവിന്റെ ഇന്ത്യ സന്ദർശനം ഉഭയകക്ഷി ബന്ധത്തിൽ പുനഃസജ്ജീകരണത്തെ അടയാളപ്പെടുത്തി. ദ്വീപ് രാഷ്ട്രീയത്തിന്റെ ദുർബലമായ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള കറൻസി സ്വാപ്പ് കരാറിലും ഇന്ത്യയും മാലിദ്വീപും ഒപ്പുവെച്ചു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.